കുക്കാവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് എന്ന് പറഞ്ഞാൽ റാഗി ബിസ്ക്കറ്റ്സ് ആണ്. നല്ല സിമ്പിൾ പ്രിപ്പറേഷൻ ആണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. കുക്കിംഗ് ടൈമും കുറവാണ്. റാഗിയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോഴ്സ് ഓഫ് പ്രോട്ടീനും പിന്നെ കാൽഷ്യം, ഫൈബർ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വീക്സ് ഒക്കെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് റാഗി കുക്കീസ് ഉണ്ടാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഇത്. 100 ഗ്രാമിൻ്റെ പാക്കാണ്. ഞാൻ 3/4 ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 80 ഗ്രാംസ് ബട്ടർ ഉണ്ടാവും. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലൊരു വയർ വിസ്ക് യൂസ് ചെയ്ത് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ബട്ടറിന് പകരം ഗീ ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഗീ ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് ലിക്വിഡ് ഫോമിലുള്ള ഗീ അല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള ഗീ. ഇതുപോലൊന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ ഗീ എടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് ശർക്കര ചേർക്കാം. 5 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലത്തെ ജാഗ്രി പൗഡർ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതല്ല നമ്മുടെ കയ്യിൽ ശർക്കരയുടെ ബ്ലോക്സ് ആണുള്ളതെങ്കിൽ നല്ല പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയും ബട്ടറും എല്ലാം നന്നായിട്ട് ബ്ലെൻഡായി ശർക്കരയൊക്കെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വയർ വിസ്ക് ഇല്ലെങ്കിൽ തടിത്തവി ഉണ്ടാവുമല്ലോ, തടിത്തവി വെച്ച് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത്രയായതിനു ശേഷം നമുക്കിതിലേക്ക് റാഗി ഫ്ലവർ ഇട്ട് കൊടുക്കാം. 3/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഗോതമ്പ് പൊടി. അത് 1/4 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 1.5 ടേബിൾ സ്പൂൺ. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്. ബേക്കിംഗ് പൗഡർ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂണിന് ഇടയ്ക്ക്. ഇത് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കുക്കീസ് ഇല്ലേ, അത് പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് അല്ലേ, ആ ഒരു രീതിയിൽ കിട്ടും. ചേർത്തില്ലെങ്കിൽ അത്ര സോഫ്റ്റ് ആകില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് അതുപോലെ ഈ റാഗി പൗഡറും ആട്ടയും 1:1 റേഷ്യോയിൽ എടുക്കാം. 1/2 കപ്പ് വെച്ചെടുക്കാം. ആ ഒരു റേഷ്യോ നമ്മുടെ ഒരു ചോയ്സിൽ ഡിസൈഡ് ചെയ്യുക. പിന്നെ എന്തായാലും ഗോതമ്പ് പൊടി കുറച്ച് ചേർക്കണം. ഒരു ബൈൻഡിങ് വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഹാർഡാണ്. അപ്പോൾ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് കുഴച്ച് നോക്കാം. വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടെ ആഡ് ചെയ്താൽ മതി. ഇതിപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു രീതിയിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ കൈ വെച്ച് തന്നെ ഉരുട്ടി ഒന്ന് ഫ്ലാറ്റാക്കി എടുത്താൽ മതി. പക്ഷേ ഞാൻ ഈ ബട്ടർ പേപ്പറിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണേ. ബട്ടർ പേപ്പർ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി റോളിംഗ് പിൻ വെച്ച് ഇതൊന്ന് ഈവനാക്കി എടുക്കാം. ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പരത്തുമ്പോഴും ഒരുപാട് അങ്ങ് തിന്നാക്കേണ്ട, ഒരു 1/4 ഇഞ്ച് തിക്നെസ് വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. ഇതിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുക്കി കട്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുക്കി കട്ടർ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ എക്സസ് ആയിട്ടുള്ള മാവൊക്കെ ഈസി ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റാം. നമ്മളിതുപോലെ ഷേപ്പ് ചെയ്യുമ്പം നമ്മുടെ ബിസ്ക്കറ്റ്സൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിപ്പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാവിലേക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് 1 ടേബിൾ സ്പൂൺ കൂടെ പാലൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ഒത്തിരി അങ്ങ് ഡ്രൈയും ഹാർഡും ആണെങ്കിലാണ് നമ്മുടെ കുക്കീസൊക്കെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിത് ഷേപ്പ് ചെയ്ത് എടുത്തേക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ കുക്കീസ് വാങ്ങിക്കുമ്പോൾ ഉള്ള സൈസ് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കി വെക്കണം കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ അവനിൽ ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. സ്റ്റൗവിലാണെങ്കിൽ പാത്രം അടച്ച് ഒരു 5 മിനിറ്റ്
ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ എല്ലാ കുക്കീസും ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 9 കുക്കീസ് ഞാൻ അവനിലാണ് ബേക്ക് ചെയ്യുന്നത്, 6 ഞാൻ സ്റ്റൗവിലുമാണ് ബേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഹോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ നമ്മുടെ ഒരു ചോയ്സിന് ചെയ്യാം കേട്ടോ. അപ്പോൾ കുക്കീസ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ളതൊക്കെ റെഡിയാണ്. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു 160 ഡിഗ്രിയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ്സ് ടൈമറും വെച്ച് കൊടുത്തു. ഇതുപോലത്തെ ഒരു പാനിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുക്കീസ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതടച്ച് മീഡിയം ലോ ഹീറ്റിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അവനിൽ ബേക്ക് ചെയ്യാൻ വെച്ച കുക്കീസൊക്കെ ഒരു 15 മിനിറ്റ്സ് ടൈം കൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് ഇരുന്ന് സെറ്റ് ആവണം, എന്നാലേ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. സ്റ്റൗവിൽ വെച്ചത് കുറച്ചുകൂടെ കൂടുതൽ സമയം എടുത്തു കേട്ടോ റെഡിയായി വരാൻ. ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുത്തു. ടെക്സ്ചറിനൊന്നും ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. നമ്മൾ അവനിലും സ്റ്റൗവിലും വെച്ചാൽ എല്ലാം ടെക്സ്ചറൊക്കെ സെയിം തന്നെയാണ്. ഇതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ടേ, കണ്ടോ? നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ്സിൻ്റെ അതുപോലെ തന്നെ ഇല്ലേ. ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ റാഗി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു കുക്കീസാണെന്നേ പറയില്ല. ചിലർക്ക് റാഗിയുടെ ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇത് അങ്ങനെ റാഗി കൊണ്ട് ചെയ്തതാണെന്നേ പറയില്ല. അത്രമാത്രം ടേസ്റ്റിയാണ്. ആ ഒരു കൊക്കോ ഫ്ലേവറും ഒക്കെ വരുമ്പം സൂപ്പർ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.